സഞ്ജു സാംസൺ റൈറ്റ് ഹാൻഡഡ് വിക്കറ്റ് കീപ്പർ ബാറ്റർ. ഏകദിന കരിയർ നോക്കിയാൽ 16 മത്സരം, 14 ഇന്നിങ്സ്, 510 റൺസ്, ഉയർന്ന സ്കോർ 108, ശരാശരി 56.7, സ്ട്രൈക്ക് റേറ്റ് 99.6, ഒരു സെഞ്ചുറി, 3 അർദ്ധ സെഞ്ചുറി, 34 ബൗണ്ടറികൾ, 22 സിക്സറുകൾ. ഒരു പക്ഷേ സഞ്ജുവിൻ്റെ ഏകദിന കരിയർ അവസാനിക്കുമ്പോഴും സ്റ്റാറ്റ് ഇതുതന്നെയായിരിക്കും. കാരണം അവനിനി ഇന്ത്യക്ക് വേണ്ടി കളിക്കുമോ എന്ന് ഉറപ്പില്ല. അത്രമാത്രം കൗശലത്തോടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സഞ്ജുവിനെ തഴയുന്നത്. നോക്കൂ, ലോകത്ത് തന്നെ ഇത്ര അവഗണന നേരിട്ട താരം ഉണ്ടാകുമോ എന്ന് സംശയമാണ്. മലയാളി സ്നേഹം കാണിക്കുന്നു, 24 മണിക്കൂറും സഞ്ജു മാത്രമേ ഉള്ളോ എന്നൊക്കെ നമുക്ക് കമൻറ്റും മെസ്സേജും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം അവഗണന നേരിടുന്ന സഞ്ജുവിന് വേണ്ടി നമ്മളല്ലാതെ മറ്റാരാണ് സംസാരിക്കേണ്ടത്? സഞ്ജു സാംസൺ ഏകദിന ഫോർമാറ്റിൽ അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് 2023 ഡിസംബർ 21 ദക്ഷിണാഫ്രിക്കയിലെ പാൾ സ്റ്റേഡിയത്തിൽ നടന്ന 3-ാം ഏകദിനം. 1-1 എന്ന നിലയിലായിരുന്നു പരമ്പര. ജയിക്കുന്നവർക്ക് പരമ്പര സ്വന്തമാക്കാം. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഓപ്പണർമാരായ രജത് പട്ടിദാറും സായ് സുദർശനും 7 ഓവറിൽ 49 റൺസ് എടുത്തപ്പോഴേക്കും പുറത്തായി. 1 ഡൗണായി എത്തിയത് സഞ്ജു സാംസൺ. ഒരറ്റത്ത് നിന്ന് സഞ്ജു ടീമിനെ മുന്നോട്ട് നയിച്ചു. ക്യാപ്റ്റൻ KL രാഹുൽ ഇതിനിടെ വന്ന് 21 റൺസ് എടുത്ത് പുറത്തായി. തിലക് വർമ്മ അർദ്ധ സെഞ്ചുറി നേടി സഞ്ജുവിന് നല്ല കൂട്ടായി. റിങ്കു സിംഗുമൊത്തും സഞ്ജു കൂട്ടുകെട്ടുണ്ടാക്കി. 8-ാം ഓവറിൽ ക്രീസിലെത്തിയ സഞ്ജു 46-ാം ഓവറിലാണ് മടങ്ങുന്നത്. ഇന്ത്യൻ സ്കോർ അപ്പോൾ 246 റൺസിലെത്തിയിരുന്നു. സഞ്ജു സാംസന്റെ വ്യക്തിഗത സ്കോർ 108 റൺസും. കന്നി ഏകദിന സെഞ്ചുറി, 114 പന്തിൽ 6 ബൗണ്ടറിയും 3 സിക്സറുകളും. സഞ്ജു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സമ്പാദ്യം 77 പന്തിൽ 52 റൺസ് എടുത്ത തിലക് വർമ്മ. റിങ്കുവിൻ്റെ ഒരു കാമിയോയും ഒഴിച്ചാൽ വലിയ സ്കോർ മറ്റാരും നേടിയിട്ടില്ല. ഇന്ത്യയുടെ 297 റൺസ് ലക്ഷ്യം തേടിയിറങ്ങിയ ദക്ഷിണാഫ്രിക്ക 218 റൺസിന് എല്ലാവരും പുറത്തായി. അന്ന് ഇന്ത്യ 78 റൺസിന് ജയിച്ചു. പരമ്പരയും സ്വന്തമാക്കി. സഞ്ജു കളിയിലെ താരവുമായി. ആ ഇന്നിങ്സ് കഴിഞ്ഞിട്ട് ഇന്നേക്ക് 2 വർഷമാകുന്നു. അതിനുശേഷം ഇന്ന് നിമിഷം വരെ സഞ്ജു പിന്നീട് ഇന്ത്യയുടെ ഏകദിന കുപ്പായത്തിൽ കളിച്ചിട്ടില്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നാട്ടിൽ നടക്കുന്ന ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. പതിവ് പോലെ സഞ്ജു ഇല്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ അവസാനം കളിച്ച കളിയിൽ സെഞ്ചുറി അടിച്ച, അവസാനം കളിച്ച കളിയിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിരുന്ന സഞ്ജു സാംസൺ ഇല്ല എന്ന്. ഇംഗ്ലണ്ടിനെതിരായ ഒരു സെഞ്ചുറിക്ക് ശേഷം 15, 10, 6 എന്നിങ്ങനെ സ്കോർ ചെയ്ത ഋഷഭ് പന്ത് ടീമിലുണ്ട്. ഏകദിനത്തിൽ ഇന്നും അരങ്ങേറിയിട്ടില്ലാത്ത ജുവ ജുറേലും ടീമിലുണ്ട്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും പരിക്കേറ്റ് ഇല്ലാത്ത സാഹചര്യത്തിലും സഞ്ജുവിനിടമില്ല. ഇനി 2020 നോക്കിയാലോ? ഓപ്പണിംഗ് മുതൽ 7-ാം നമ്പറിൽ വരെ ഇറക്കി. ഓപ്പണിംഗിൽ തുടർച്ചയായി 3 സെഞ്ചുറി അടിച്ച് ബെസ്റ്റ് ബാറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കി. BCCIക്ക് ഹാലിളകാൻ ഇതിലും വല്ലതും വേണോ? പിന്നെ സഞ്ജുവിനെ തോന്നിയിടത്തെല്ലാം ഇറക്കാൻ നോക്കി. പക്ഷേ 5 ഇന്നിങ്സുകൾ കൂടി കഴിഞ്ഞപ്പോൾ ഓപ്പണർ സ്ഥാനം സഞ്ജുവിന് നഷ്ടമായി. വീണ്ടും 5 ഇന്നിങ്സുകൾ. അതിൽ ഒമാനെതിരെ പ്ലെയർ ഓഫ് ദ മാച്ചും പാകിസ്ഥാനെതിരെ ഫൈനൽ മാച്ചിൽ ഇന്ത്യയെ തകർച്ചയിൽ നിന്ന് കരകയറാൻ സഹായിച്ച മാച്ചും ഉൾപ്പെടും. ആ 5 ഇന്നിങ്സ് കൂടി കഴിഞ്ഞപ്പോഴേക്ക് ടീമിൽ ആദ്യ 11-ൽ ഇല്ല. ഓസ്ട്രേലിയൻ സീരീസിൽ 1 ഇന്നിങ്സിലാണ് സഞ്ജു കളിച്ചത്. അതും പല പൊസിഷനും മാറ്റി ഒടുക്കം 1 ഡൗണിലിട്ടു. കഷ്ടകാലത്തിനന്ന് സഞ്ജുവിന് നന്നായി കളിക്കാനും പറ്റിയില്ല. അതോടെ പിന്നീടുള്ള 2 കളിയിലും ജിതേഷ് ശർമ്മയെ കളിപ്പിച്ചു. റൈസിംഗ് ഏഷ്യ കപ്പിൽ പോയി നന്നായി കളിച്ചുകൊണ്ടിരുന്ന വൈഭവിനെ മാറ്റി ഹീറോ ആക്കാൻ നോക്കി 0 ആയ ജിതേഷിനെയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഇനി സഞ്ജുവിലേക്ക് തന്നെ വരാം. ബാഹുബലിയിലെ നായകന്റെ അവസ്ഥയാണ് സഞ്ജുവിന്. കൊട്ടാരത്തിൽ നിന്ന് ചതിവേൽക്കുന്നുണ്ടെങ്കിലും രാജ്യം മുഴുവൻ അവനോടൊപ്പമുണ്ട്. 1 മാസത്തിലേറെയായി ക്രിക്കറ്റ് സർക്കിളുകളിലെ വാർത്ത മുഴുവൻ സഞ്ജുവിനെ കുറിച്ചാണ്. കിരീടക്കണക്കിലും ആരാധക വൃന്ദത്തിലും ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസിയായ ചെന്നൈ സൂപ്പർ കിങ്സ് രാജാവിൻ്റെ പട്ടാഭിഷേകം കണക്ക് തന്നെയാണ് സഞ്ജുവിനെ അവതരിപ്പിച്ചത്. ഓൺലൈനിലും ഓഫ്ലൈനിലും ചർച്ച എത്രയും സഞ്ജുവിനെ കുറിച്ചാണ്. മഹാമേരു മഹേന്ദ്ര സിംഗ് ധോണിക്ക് പകരം അവരിനി വാഴിക്കാൻ പോകുന്നത് സഞ്ജു വിശ്വനാഥ് സാംസണെയാണ്. അവർക്കറിയാം അവൻ്റെ മൂല്യം എന്താണെന്ന്. അവർക്കറിയാം ജനങ്ങൾക്ക് അവനോടുള്ള ഇഷ്ടം എന്താണെന്ന്. മഹിഷ്മതിക്കായി എല്ലാം ചെയ്ത് ബാഹുബലിയെ തെറ്റിദ്ധരിപ്പിച്ച് പിന്നിൽ നിന്ന് കുത്തിക്കൊലപ്പെടുത്തുന്നു. ഇവിടെ സഞ്ജു രാജ്യത്തിനായി ഏറ്റവും നന്നായി പെർഫോം ചെയ്തിട്ടും ആരൊക്കെയോ അവനെ ചതിച്ചു വീഴ്ത്തുന്നു. ഇനി BCCIയോടാണ്. കമ്പിപ്പാരയെടുത്ത് കക്കാൻ പോയിക്കോ. കൂടെ ആ ഗംഭീറിനെയും അഗാർക്കറിനെയും കൂട്ടിക്കോ. അവർക്കും അതാ നല്ലത്. പണ്ട് മൊഹീന്ദർ അമർനാഥ്, ആളെ മനസ്സിലായോ? നമ്മുടെ ലോകകപ്പ് ഹീറോ. സെമിയിലെയും ഫൈനലിലെയും പ്ലെയർ ഓഫ് ദ മാച്ച്. അദ്ദേഹം BCCI സെലക്ഷൻ കമ്മിറ്റിയെ ബെഞ്ച് ഓഫ് ജോക്കേഴ്സ് എന്നാണ് പരസ്യമായി വിളിച്ചത്. കോമാളികളുടെ ഒരു കൂട്ടമെന്ന്. അതുതന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്.